നമ്മൾ വിശുദ്ധമായ ഷഅബാൻ മാസത്തിലാണുള്ളത്. ഷഅബാൻ മാസം എൻ്റെ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച മാസം. അതുകൊണ്ട് തന്നെ വിശ്വാസം പറയുന്നുണ്ട്, ഫമൻ അള്ളമ ഷഅബാന ഫഖദ് അള്ളമ അംരി. ഷഅബാനിനെ ആരെങ്കിലും ആദരിച്ചാൽ അവൻ എൻ്റെ കാര്യത്തെ ആദരിച്ചവനാണ്. എന്നെ ആദരിച്ചവന് വേണ്ടി ഞാൻ നാളെ അന്ത്യനാളിൽ സ്വർഗത്തിൽ ഞാൻ അവനെ കാത്തു നിൽക്കുമെന്ന് പറയുന്നു. ഒരു ഷഅബാൻ വളരെ പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒരു മാസമാണ്, റമദാനിൻ്റെ മുന്നോടിയാണ്. അതോടൊപ്പം തന്നെ ഷഅബാൻ മാസം ഇസ്ലാമിക ചരിത്രത്തിലും പ്രവാചകന്റെ ജീവിതത്തിലും വളരെ സുപ്രധാനമായ സംഭവങ്ങൾ ഉണ്ടായ ഒരു മാസം കൂടിയാണ്. ഇന്നിപ്പോൾ ഷഅബാൻ 15. ഖിബല മാറ്റം സംഭവിച്ചത് ഷഅബാനിലാണ്. അത് ഷഅബാനിൽ 15 പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലൊരു സുപ്രധാനമായ ഒരു സംഭവമാണ് ഖിബല മാറ്റം എന്നുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലായിരുന്ന സമയത്ത് പരിശുദ്ധ കഅബയുടെ മുന്നിലാണ് നിസ്കരിക്കുന്നത്. കഅബ തൊട്ട് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് അതിൻ്റെ നേരെയുമാണ് നിസ്കരിക്കുന്നത്. കാരണം ഷാം എന്ന് പറയുന്നത് കഅബയ്ക്ക് നേരെ നിന്നാൽ ഷാം മുന്നിലായിരിക്കും. അപ്പൊ രണ്ടും നബിയുടെ ഖിബലയായിരുന്നു. അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ മദീനയിലെത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഖുദ്സിലേക്ക് തിരിഞ്ഞ് നിന്നാണ് നിസ്കരിച്ചത്. അപ്പോൾ ഖുദ്സിന്റെ നേരെ നിൽക്കുമ്പോൾ കഅബ നബിയുടെ പിന്നിലായിരിക്കും. കഅബയ്ക്ക് മുന്നിൽ നിന്നാൽ ഖുദ്സ് പിന്നിലായിരിക്കും. മക്കയിലെ പോലെയായിരുന്നു. അപ്പോൾ 16-17 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിനെ ഖിബലയാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നമസ്കരിച്ചു. പക്ഷെ നബി തങ്ങൾക്ക് കഅബയിലേക്ക് തിരിയണമെന്നാണ് വലിയ ആഗ്രഹമുള്ളത്. ഇടക്കിടക്ക് നബി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും, പുതിയ വഹി വല്ലതും വരുന്നുണ്ടോ ഖിബല മാറ്റിക്കൊണ്ട് എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് സൂറത്തുൽ ബഖറയിലെ 144 ആയത്ത് നബിക്ക് അവതരിക്കുന്നുണ്ട്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. നബിയെ, താങ്കൾ ഇടക്കിടക്ക് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അല്ലാഹു പറയാണ്, ഖിബല മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇടക്കിടക്ക് നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം, ഇനി മുതൽ കഅബയിലേക്ക് തിരിഞ്ഞ് നിന്ന് താങ്കൾ നിസ്കരിച്ചു കൊള്ളുക എന്നുള്ള 144 ആയത്ത് അവതരിക്കുന്നുണ്ട്. ഹിജ്റയുടെ 2-ാം വർഷമാണ്. ശ്രദ്ധിക്കേണ്ടത്, ഈ ആയത്ത് ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്ജിദുൽ ഖിബലത്തൈനി എന്ന പേരിൽ മദീനയിൽ ഒരു പള്ളിയുണ്ട്. 2 ഖിബലയുടെ പള്ളി എന്നാണ് അതിനർത്ഥം. ആ പള്ളിയിൽ വെച്ച് ളുഹറോ അസ്റോ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. 2 റക്അത്ത് കഴിഞ്ഞു. അപ്പോൾ ജിബ്രീൽ ഇറങ്ങി പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി മുതൽ കഅബയിലേക്ക് തിരിയുക. ആ നിസ്കാരത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നേരെ തിരിഞ്ഞത്. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന നബി 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ നേരെ അങ്ങോട്ട് തിരിഞ്ഞു. 2 റക്അത്ത് ഖിബലയ്ക്ക് നേരെ, കഅബയ്ക്ക് നേരെയും 2 റക്അത്ത് ബൈത്തുൽ മുഖദ്ദസിന് നേരെയുമായിട്ട് ആ നമസ്കാരം പൂർത്തീകരിച്ചു. അന്ന് മുതൽ ഖിബല മാറ്റം സംഭവിച്ചു. ആ പള്ളിയിൽ അടുത്ത കാലം വരെ 2 മിഹ്റാബ് ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും. ഒന്ന് ഇങ്ങോട്ട് തിരിയും, മറ്റൊന്ന് അങ്ങോട്ട് തിരിയുന്ന മിഹ്റാബ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ 2 സൈഡിലേക്കും തിരിഞ്ഞ് നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ സൗദി ഗവൺമെന്റ് ബൈത്തുൽ മുഖദ്ദസിന് നേരെയുള്ള മിഹ്റാബ് അവർ അടച്ചു കളഞ്ഞു. ഇന്ന് കഅബയ്ക്ക് നേരെയുള്ള മിഹ്റാബ് മാത്രമാണ് ഇന്ന് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഖിബല മാറ്റം എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഖിബല മാറ്റം മാത്രമായിരുന്നില്ല, ഇസ്ലാമിന്റെ തലസ്ഥാന മാറ്റമായിരുന്നു. അതേവരെ ഖുദ്സിനെ തലസ്ഥാനമാക്കി ഇസ്ലാം കഅബയെ തലസ്ഥാനമാക്കി നിശ്ചയിക്കുകയും അതോടൊപ്പം തന്നെ നേതൃമാറ്റം കൂടിയാണ്. ഇസ്രായേലി നേതൃത്വത്തിൽ നിന്നും എടുത്തു മാറ്റി ഇസ്മായിലി നേതൃത്വത്തിലേക്ക് വിശ്വാസങ്ങളെ കൊണ്ടുവരികയും ചെയ്ത ഒരു സംഭവം കൂടിയായിരുന്നു ഈ ഖിബല മാറ്റം. അത് വലിയ കോളിളക്കം ഉണ്ടാക്കി. ജൂതന്മാര് പറഞ്ഞു, മുഹമ്മദ് ഞങ്ങളുടെ ഖിബല വിട്ടു. മൂസാ നബിയും ഈസാ നബിയും എല്ലാം നേരെ നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിന് നേരെയാണ്. മൂസാ നബിയുടെയും ഈസാ നബിയുടെയും മാർഗത്തിലാണെന്ന് മുഹമ്മദ് പറയുകയും അവരുടെ ഖിബല മുഹമ്മദ് ഉപേക്ഷിക്കുകയും ചെയ്യാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കോളിളക്കം യഹൂദികൾ മദീനയിൽ ഉണ്ടാക്കി. പക്ഷേ ആ ഖിബലയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അംഗീകരിച്ചു കൊടുത്തത്. ചില ആളുകളുടെ എല്ലാം വിശ്വാസത്തിൽ ഇതിന്റെ പേരിൽ ചില ദൗർബല്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും. ഏതായിരുന്നാലും ഇന്ന് നമ്മൾ തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഖിബല, ഈ ഖിബല മാറ്റം സംഭവിച്ച ഒരു ദിവസമാണ് ഇന്ന് ഈ ഷഅബാൻ 15 എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. വേറെയും ചില സംഭവങ്ങളിൽ തുടർന്ന് ഇൻഷാ അല്ലാഹ് വിവരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഈമാനിലും ഇസ്തിഖാമത്തുമായി നമ്മൾ ഉറപ്പിക്കുകയും ഈമാനോടെ മരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവന്റെ സ്വർഗം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ റമളാനിലേക്ക് നമ്മെ എല്ലാവരെയും അല്ലാഹു എത്തിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനക്കല്ലാഹു ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു